നമസ്കാരം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ മുന്നേറ്റത്തെക്കുറിച്ചുമൊക്കെ ധാരാളം ചർച്ചകൾ നടക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം. ഇവിടെ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികളുണ്ട്. സ്ത്രീകൾക്കായിട്ടും പഠിക്കുന്ന പെൺകുട്ടികൾക്കായിട്ടും പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കായിട്ടും ഒക്കെ തന്നെ വെവ്വേറെ പദ്ധതികളാണ് നമുക്ക് ഉള്ളത്. ധാരാളം ഗുണഭോക്താക്കൾ ഈ പദ്ധതി ഇപ്പോൾ അനുഭവിക്കുന്നു, അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നു. പലപ്പോഴും ഗ്രാമീണ മേഖലകളിലേക്ക് വികസനം ചെല്ലുന്നില്ല എന്നുള്ള പരാതി പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രാമീണ മേഖലകളാണ് വികസനത്തിൻ്റെ പ്രതിരൂപങ്ങളായി മാറിയിരിക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾ ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ കടന്നു ചെല്ലുന്നു. ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ സാമൂഹ്യ ഉന്നമനത്തെക്കുറിച്ചും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരവസരത്തിൽ ഒരു ഗ്രാമീണ യുവതി പ്രധാനമന്ത്രിക്ക് മുന്നിൽ തൻ്റെ വിഷയം അവതരിപ്പിച്ച വാർത്ത ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളും അതുപോലെ സമൂഹ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ വാർത്ത ഏറ്റെടുത്തു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചും പദ്ധതികളുടെ ഗുണത്തെക്കുറിച്ചുമൊക്കെ അതുപോലെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ ഒരു യുവതി പ്രസംഗം നടത്തിയത് കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസംഗത്തിൽ അദ്ദേഹം അതീവ ആകൃഷ്ടനായി. യുവതിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുവരെ അവരോട് ചോദിച്ചു. ഇന്നലെ വാരണാസിയിലെ സേവാപുരി ഡെവലപ്മെന്റ് ബ്ലോക്കിൽ ബർക്കി ഗ്രാമത്തിൽ വികാസ് ഭാരത് സങ്കൽപ് യാത്രയ്ക്കിടെ വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കവെയാണ് പ്രധാനമന്ത്രി ഈ യുവതിയുടെ പ്രസംഗത്തെ പുകഴ്ത്തിയത്. ബർക്കി ഗ്രാമത്തിൽ നിന്നുള്ള ചന്ദാദേവി എന്ന യുവതിയുടെ പ്രസംഗമാണ് പ്രധാനമന്ത്രിക്ക് ആവേശമായത്. ഗ്രാമത്തിലെ രാധ മഹിളാ സഹായത സ്വയം സഹായ സംഘത്തിലെ അംഗമാണ് ചന്ദാദേവി. ലക്ഷപതി ദീദി പദ്ധതിയുടെ ഗുണഭോക്താവായ ചന്ദാദേവി പദ്ധതിയെക്കുറിച്ചും അത് സ്ത്രീ ശാക്തീകരണത്തെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചും സംവാദത്തിനിടെ വിവരിച്ചിരുന്നു. ഈ പ്രസംഗം കേട്ട നരേന്ദ്രമോദി, എത്ര നല്ല പ്രസംഗമാണ് നിങ്ങൾ നടത്തിയത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചന്ദാദേവിയോട് ചോദിക്കുകയായിരുന്നു. ലക്ഷപതി ദീദി പദ്ധതിയിലൂടെ 15,000 രൂപയുടെ പ്രാരംഭ വായ്പയെടുത്ത ചന്ദാദേവി ലാഭകരമായ ഒരു പച്ചക്കറി കൃഷി സംരംഭം ആരംഭിച്ചു. ഇത് എങ്ങനെയാണ് തനിക്ക് സാധ്യമായതെന്നും സാമ്പത്തിക പരാധീനതയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന്റെ നില മെച്ചപ്പെടുത്താനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കുടുംബത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റുന്നതിനും സംരംഭം എങ്ങനെ സഹായകരമായി എന്ന് യുവതി പ്രധാനമന്ത്രിയോട് വിവരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി അംഗീകരിച്ച സർക്കാർ പദ്ധതികളുടെ പിന്തുണയാണ് തന്റെ നേട്ടങ്ങൾക്ക് കാരണമെന്നും ഇത് സ്ത്രീ ശാക്തീകരണത്തിന് സഹായകരമായി എന്നുമാണ് ചന്ദാദേവി പറഞ്ഞത്. യുവതിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട മോദി അവരെ പ്രശംസിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിക്കുകയുമായിരുന്നു. വികാസ് ഭാരത് സങ്കൽപ് യാത്രയ്ക്കിടെ ബർക്കിയിലെ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി ചന്ദാദേവി എന്ന യുവതിയെക്കുറിച്ച് പരാമർശവും നടത്തി. പ്രധാനമന്ത്രിയുമായി ചന്ദാദേവി സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലുമൊക്കെ തന്നെ ഇത്രയും കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകളും അതുപോലെ പുരുഷന്മാരുമൊക്കെ ഉണ്ടാവാറുണ്ട്. അവരാരും മുഖ്യധാരയിലേക്ക് വരാനുള്ള അവസരമില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു മീഡിയം ഇല്ലാഞ്ഞിട്ട് പലപ്പോഴും വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നു. ഒരു വേള വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഉള്ളവരായിരിക്കില്ല. എന്നാൽ പോലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് സംവദിക്കാനും അതുമായി ബന്ധപ്പെട്ട സംസാരിക്കാനും ചർച്ചകൾ നടത്താനുമുള്ള പ്രാപ്തിയൊക്കെയുണ്ട്. എത്രയോ ഗായകർ ഇതുപോലെ ഗ്രാമാന്തരങ്ങളിൽ ഒളിഞ്ഞിരുന്നവർ പിന്നീട് മുഖ്യധാരയിലേക്ക് കടന്നു വന്നു. സമൂഹ മാധ്യമങ്ങൾ ഒരു പരിധിവരെ ഇതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചന്ദാദേവി ഒരു സ്ത്രീ പ്രതീകമായി, ഭാരതത്തിൻ്റെ സ്ത്രീ പ്രതീകമായി എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയോട് നേരിട്ട് വിവരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഹീറോയിൻ ആയിരിക്കുകയാണ്. ചന്ദാദേവി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ചന്ദാദേവി ഇപ്പോൾ ഒരു താരമാണ്. പ്രധാനമന്ത്രി പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു താരം.